ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വൈബ് ഗൈസ്. അപ്പൊ ഞാൻ ഇന്നും ഒരു യാത്രയിലാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോ എന്താ പറയാ, യാത്രകൾ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണല്ലേ. എപ്പോഴൊക്കെ സമയം കിട്ടുക അപ്പോഴൊക്കെ നമ്മൾ യാത്ര പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച റൂട്ടിലോട്ടല്ല ഇന്ന് പോകുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് പോവാന്ന് വിചാരിച്ചത് നമ്മുടെ മസനഗുഡി വഴി ഊട്ടിയിലോട്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറയാ, ഇവിടെ എത്തിയപ്പോൾ നല്ല ഒട്ടുക്കത്തെ മഴ. ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് തിരിച്ച് ഇവിടെ നമ്മുടെ മണ്ണുത്തിയിലുള്ള നമ്മുടെ വീട്ടിൽ നിൽക്കായിരുന്നു. അപ്പോൾ എന്താ പറയുക, നല്ല മഴയും കാര്യങ്ങളായ കാരണം നമ്മൾ റൂട്ട് മാറ്റി. അപ്പോൾ നമ്മൾ പോണത് പറമ്പിക്കുളത്തേക്കാണ് കേട്ടോ. അപ്പോൾ കാലത്ത് നേരത്തെ പോവാന്ന് വിചാരിച്ചാണ്, ഒരു പുലർച്ചയ്ക്ക് ആകുമ്പോൾ പോവാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് നല്ല മഴയായ കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ ഒരു 6:15 സമയം. അപ്പോഴത്തേ നമ്മൾ നേരെ നമ്മുടെ പറമ്പിക്കുളത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ അമ്മായി വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി അടിക്കുകയോ എന്തോ. അങ്ങനെ പുലർച്ചെ തുടങ്ങിയ മഴയാണ് കേട്ടോ. ആ മഴ കാരണം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെ മാറ്റി. പണ്ടൊക്കെ മഴ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആണ്, ഇപ്പം മഴ എന്ന് പറഞ്ഞ പേടിയാണ് ഗൈസ്. എന്നാലും യാത്രയോടുള്ള അടങ്ങാത്ത ഒരു എന്താ പറയുക കമ്പം കൊണ്ടാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടേക്കണം കേട്ടോ. പണ്ടും നമുക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര ലോങ് ആണെങ്കിലും നമുക്ക് വിഷയമല്ല. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാർമേഘം ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും പെയ്യും. തലങ്ങും വിലങ്ങായിട്ട് തൂളുന്നുണ്ട് മഴ. എന്നാലും ഇങ്ങനെ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ ഈ കോൾഡ് വെതറിനോടൊരു കമ്പം കൂടുതലാണ്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ലെഫ്റ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട പോലെ നിൽക്കുന്നത് കാണാം. നല്ല രസമുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്. അങ്ങനെ നമ്മുടെ ശകടത്തിൽ ഇന്ധനം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് അടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ലോങ് പോണതാണല്ലോ. അപ്പോൾ നമ്മുടെ ശകടത്തിൽ ഇന്ധനം അടിച്ചു, എയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു. ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഫില്ലിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മുടെ കുതിരാൻ തുരങ്കമാണ്. അപ്പം തുരങ്കത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോയി ലെഫ്റ്റ് സൈഡിൽ ഒരു ടീ സ്റ്റാൾ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിച്ചു. കാരണം കാലത്ത് എണീറ്റ വശം നമ്മൾ ഫ്രഷായി ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആവാനായിട്ട് ഒന്ന് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനങ്ങാൻ മടിച്ച് എൻ്റെ ചേച്ചിക്ക് ഞാനാണ് കാപ്പി കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ അവൾ കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ എല്ലാവരും ഒന്ന് റിഫ്രഷ് ആവാണ്. ഞാൻ കട്ടൻ കാപ്പിയാണ് കേട്ടോ. അങ്ങനെ കട്ടൻ കാപ്പി കാര്യങ്ങളൊക്കെ കുടിച്ചു. അപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ മഴ തൂളുന്നുണ്ട്. അപ്പോൾ പോകുന്നത് മുടങ്ങുമെന്നൊരു പേടിയുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു തിരുത്തല്ല, എന്നെ പൊട്ടനാക്കിയതാണ്. ഞാൻ മര്യാദക്ക് പറഞ്ഞതാ മസനഗുഡി വഴി ഊട്ടിക്ക് പോവാ. അപ്പൊ കേട്ടില്ല. എന്നിട്ട് പറമ്പിക്കുളം പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോണത് എങ്ങനാന്നറിയോ, കോതഗിരി. അപ്പൊ ഞാൻ ആരായി, ശശി ഓഫ് ദ ഡേ. എന്തായാലും നമുക്ക് പോയാൽ മതി അല്ലേ. എന്തായാലും ഞാൻ വീഡിയോ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ നമുക്ക് പോവാം. അപ്പോൾ രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും പിയാലി എന്ന് പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ചത് മസനഗുഡി വഴി ഊട്ടിക്കും. ഇവർ ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ എടുത്തത് കോതഗിരിയാണ്. കോതഗിരിയിൽ നിന്ന് എന്തോരം ഊട്ടിക്ക്, അതൊക്കെ ഞാൻ ചവിട്ടി അങ്ങോട്ട് എത്തിക്കും ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പാലക്കാടുള്ള ലുല്ലുമാൾ കണ്ടുകൂട്ടാം. അപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള ലുല്ലുമാൾ കണ്ടിട്ട് ഇതൊക്കെ എന്ത് എന്നൊന്നും ഞാൻ പറയില്ല, രണ്ടും അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെയൊന്നും പറയാനേ പാടില്ല. അപ്പോൾ ഇതേ പോകുന്ന വഴിക്ക് നല്ല രീതിക്ക് ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ അങ്ങനെ കാർമേഘം നിൽക്കുകയാണ് ഗൈസ്. അടിപൊളിയില്ലേ. അതെ, ആ കാണുന്നതാണ് നമ്മുടെ ഊട്ടിമല കേട്ടോ. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. നല്ലൊരു ആകാശക്കാഴ്ച തന്നെയായിരുന്നു. ആ ടൈമിൽ പോയോണ്ടാണോ എന്ന് അറിയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ യാത്രകൾ എപ്പോഴും നമ്മൾ എന്താ പറയുക ചൂസ് ചെയ്യണം, സ്കിപ്പ് അടിക്കരുത്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് അല്ലേ. അപ്പം നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഒരു നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം മാക്സിമം നമ്മൾ എന്താ പറയുക സന്തോഷമായിട്ടിരിക്കുക. എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ വിഷമിക്കരുത്. നമുക്കുള്ളതിനെ വെച്ച് നമ്മൾ സന്തോഷിക്കുക. കാരണം നമ്മുടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും ഇല്ലാത്ത ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കുള്ളത് വെച്ച് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പോവുക. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ടാണ് പോകണത് കേട്ടോ. അടിപൊളി ചില്ലായിട്ടാണ് പോകണം. ഭാഗ്യം വിഗ്ഗാണെങ്കിൽ പറന്നു പോയാൽ, പിന്നെ ഒറിജിനലായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അത് നമ്മൾ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കുശുമ്പും കുന്നിട്ടും പരദൂഷണം നോക്കുക പറച്ചിലൊക്കെ നിർത്തി അവനവൻ്റെ ജീവിതം നോക്കി എന്താ പറയുക ലൈഫ് നമ്മൾ അടിപൊളി ചില്ലാക്കുക. അപ്പോൾ സെറ്റായിക്കോളും അല്ലേ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാട്ടോ. എനിക്ക് തന്നെ എന്തോരം കുറവുണ്ട്. അപ്പോൾ അത് കുറവും വെച്ച് മോങ്ങിയിരുന്നുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല, മാക്സിമം ചില്ലാവുക. അപ്പോൾ നമ്മൾ മത്തി ഹബീബൊക്കെ വെച്ചിട്ടാണ് പോകണേ കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, ജെയിംസ് ചേട്ടനുണ്ട്, ചേച്ചിക്കുട്ടിയുണ്ട്, എളിയുണ്ട്, പിള്ളേർ സെറ്റുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തോ എനിക്ക് യാത്രയോട് ഇത്ര പ്രണയം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, അത് കാരണം പോകണു. അല്ലെങ്കിൽ എന്തായാലും ഒന്നും ആവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചേച്ചി ഉണ്ട്, ജെയിംസ് ചേട്ടന് ടയർഡാകുമ്പോൾ ചേച്ചി വണ്ടി ഓടിക്കും, ചേച്ചി ടയർഡാകുമ്പോൾ ഞാൻ ഓടിക്കും. അങ്ങനെ മാറി മാറി ഓടിച്ചാണ് നമ്മൾ പോകണേട്ടാ. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്, നമ്മൾ തമിഴ്നാടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് കോയമ്പത്തൂർ റൂട്ടേ കൂടാണ്. സാധാരണ ഈ വഴിയെല്ലാം നമ്മൾ പോവാറ്.
അപ്പോൾ ഇവിടെയും വില്ലനായിട്ട് നിൽക്കുന്നത് മഴക്കാർ തന്നെയാണ്. പക്ഷെ മഴയൊന്നും പെയ്തിട്ടൊന്നും കാണാനുള്ള ലക്ഷണമൊന്നും റോട്ടിലൊന്നും കാണാനൊന്നുമില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൊച്ചി ക്യൂൻസ് വോക്ക് വേയുടെ പോലെ ഒരു കിഡിലം പ്ലേസ് കണ്ടു കേട്ടോ. നല്ല രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാം. കറക്റ്റ് നമ്മുടെ കൊച്ചിയിലെ ക്യൂൻസ് വോക്ക് വേയുടെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻ ആണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ വഴിക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറി നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതായത് നമ്മുടെ തമിഴ്നാടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കുറച്ച് റഷായി തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ KTVയിലും സൺ TV യിലും മാത്രം കണ്ടിട്ടുള്ള ശ്രീകുമരൻ തങ്കമാളിക അതുപോലെ ചെന്നൈ സിൽക്സ് അതൊക്കെ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ചേട്ടൻ നമ്മുടെ ഒരുവൻ മുതലാളി കളിച്ച് കുതിരപ്പുറത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പാസ് എടുക്കണം. പാസ് കമ്പൽസറി ആണ്. അപ്പോൾ നമ്മൾ പാസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ചെറിയൊരു രീതിക്കുള്ള കാടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ കാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക കീപ്പ് ചെയ്യണം. അപ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അയ്യോ ഒരു രക്ഷയില്ല. അടിപൊളി 6 കോടയാണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ടല്ല കോതഗിരി വരുന്നത്. ഞാനൊരു 3-4 ട്രിപ്പ് കോതഗിരി വന്നിട്ടുണ്ട്. അന്നും ഇന്നും ഭയങ്കര പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ കോതഗിരി. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് അടുത്ത ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 30 രൂപ കൊടുത്ത് നമ്മൾ അവിടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കണം. അത് കമ്പൽസറി ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഒരു സൈഡിലോട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് കുരങ്ങന്മാർ. അപ്പോൾ കുരങ്ങന്മാരില്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് നമ്മളിപ്പോൾ നിർത്തിയേക്കാണ്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ചെക്ക് പോസ്റ്റ് 2 ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പേരും ഡീറ്റെയിൽസൊക്കെ നമ്മൾ എഴുതി കൊടുത്തു. പൊതുവേ കുറച്ച് തിരക്ക് കുറവാണ് കേട്ടോ. സാധാരണ ഈ വഴിക്കൊക്കെ വരുമ്പോൾ നല്ല തിരക്ക് ഉണ്ടാവാറുള്ളത്. പ്രാവശ്യം എന്തോ തിരക്ക് കുറവാണ്. ഒറ്റ ദിവസം മുടക്കുള്ള തന്നെ ആൾക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല പുറത്തോട്ട്. വളരെ കുറവ് ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമ്മുടെ ചേച്ചിക്കുട്ടി സെറ്റാക്കിയിട്ടുണ്ട്. പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ്. ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ചേച്ചി സെറ്റപ്പ് ആക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ അതെ നമ്മൾ കോതഗിരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി 6 ക്ലൈമറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ചെറിയ രീതിക്കുള്ള എന്താ പറയുക റഷും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇഷ്ടം പോലെ സ്പോട്ടുകളുണ്ട് കേട്ടോ. റീൽസ് എടുക്കാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. അപ്പോൾ എനിക്കിവരെ ഏറ്റവും അതിശയമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടക്കടക്കായിട്ട് ഇങ്ങനെ വീടുകളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. അല്ല ഒരു വല്ലാത്തൊരു കണ്ണിന് ഭയങ്കര കുളിർമയുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂ ആണല്ലോ ഇങ്ങനെ ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവരെങ്ങനെ ഇവിടെ താമസിക്കുന്നത് നമുക്ക് വല്ലപ്പോഴും വന്നു പോകുന്ന കാരണം നമുക്ക് അടിപൊളിയാണ്. പക്ഷേ ഇവരുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്നത്തെ പോലെ ഞാനത് വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ്. പക്ഷേ ഇവരുടെ വിചാരം ഫോട്ടോയാണെന്നാണ്. എൻ്റെ വൃത്തികെട്ട സ്വഭാവമാണ് ഈ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അതായത് നമ്മൾ സ്പോട്ടിൽ നിർത്തിയ സ്ഥലത്ത് നല്ല കിടിലം കാറ്റാണ്. ഞാൻ വരെ പറന്നുപോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തള്ളിയതൊന്നല്ല കേട്ടോ. നല്ല രീതിക്കുള്ള കാറ്റുണ്ട്. വിഗൊക്കെ ആണെങ്കിൽ പറന്നു പോയാണ്. ഭാഗ്യം എൻ്റെ ഒറിജിനൽ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ കോൾഡായിട്ടുള്ള എന്താ പറയുക തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെതറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ 14 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടേട്ടോ. അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ തണവും കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ടെന്ന്. പോരാത്തതിന് കോടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഊട്ടിയിലെത്തിയ വീഡിയോ ഞാൻ എടുത്തില്ല. കോതഗിരി വരെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഊട്ടിക്ക് എത്തിക്കുന്നു ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഊട്ടിയിലെത്തിയപ്പം നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം നല്ല രീതിക്കുള്ള മഴയും അതുപോലെ തന്നെ നല്ല കോടയൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഒന്നും ക്ലിയർ ആവില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു കോതഗിരി വരെ വന്ന് കിട്ടിയാൽ മതി. അപ്പോൾ പിന്നെ ബാക്കി ഊട്ടിയിലോട്ടുള്ളത് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം എന്തായാലും നടന്നു. നമ്മൾ ഊട്ടിയിൽ നിന്ന് മസനഗുഡി വഴി പോകാമെന്ന് അവസാനം പ്ലാൻ ചെയ്തു. അപ്പോൾ അതായത് നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് മുതുമല ടൈഗർ റിസർവിൻ്റെ അവിടേക്കാണ്. അപ്പം അവിടെ വരെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ മസനഗുഡിയിൽ നിന്ന് നേരെ നമുക്ക് ഊട്ടിയിലോട്ട് വന്ന് കയറാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ മുതുമല ടൈഗർ റിസർവിലോട്ട് പോകണം കേട്ടോ. വൈൽഡ് ആനിമൽസിനൊക്കെ ഓപ്പണായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല എന്തൊക്കെ കാണുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ ഇരിക്കുന്ന ടൈഗറിനെ കാണണമെന്നാണ്. ഓപ്പണായിട്ട് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് കൊടും വനാണ് കേട്ടോ ഗൈസ്. അപ്പം എല്ലായിടത്തും ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സ്ലോവിൽ വേണം പോകാനായിട്ട്. കാരണം വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് ഒക്കെ ഉണ്ടാവും. അതായത് നല്ല അടിപൊളി മാൻകൂട്ടം കേട്ടോ.
ഇഷ്ടം പോലെ മാനുകളുണ്ടെന്നുണ്ട്. കാരണം നമ്മളിപ്പം കണ്ടതിൽ ഏറ്റവും കൂടുതൽ മാനുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ മാനുകൾ നിന്ന് മേയുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള അടിപിടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പോൾ മാൻകൂട്ടങ്ങൾ എന്തായാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ അടുത്തത് നമ്മൾ കണ്ടത് പിന്നെ കൊമ്പനെയാണ് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ചുള്ളാൻ. അപ്പോൾ നമ്മളധികം എന്താ പറയുക വീഡിയോ എടുക്കാൻ നിന്നില്ല, ഇവിടെ പോന്നു. മയിലിനൊന്നൊരു പേടിയിൽ ഇഷ്ടം ആൾക്കാർ ഇങ്ങനെ പോകണം കാണുമ്പോൾ അവർക്ക് ഇത് സ്ഥിരം കാഴ്ചയാണല്ലോ. അങ്ങനെ ദേ വീണ്ടും അടുത്ത മാൻകൂട്ടത്തിനെയൊക്കെ കണ്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട് വിറ്റങ്ങളതിനായിട്ടാ. എന്ത് രസമാണ്. അപ്പോൾ വണ്ടിയൊന്നും നമ്മളങ്ങനെ നിർത്താൻ പാടില്ല കേട്ടോ. കാരണം അതവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ എലിഫൻറ്റിൻ്റെ എന്താ പറയുക അവരുടെ ഒരു മറ്റേ കോട്ടയുണ്ടല്ലോ, ആന സഫാരി കേന്ദ്രം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം നിർത്തി. അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. അപ്പോൾ ഇനി പോകുന്ന വഴിക്കാണ് നമ്മുടെ മെയിൻ ഐറ്റംസിനെ കാണാമെന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ. കരടി, പുലി, അതുപോലെ ടൈഗർ ഒക്കെ കാണാമെന്നൊക്കെ പറഞ്ഞേക്കണം. നമുക്കറിയില്ല എന്തൊക്കെ കാണുന്നു. എന്തായാലും നോക്കി നോക്കാം. ആനേനെ കണ്ട് നമ്മൾ എന്താ പറയുക നമുക്ക് കണ്ടിട്ടുള്ളതാണ്. വാൽപ്പാറയിൽ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. മലക്കപ്പാറ ആ റൂട്ടിൽ ഇഷ്ടം പോലെ നമ്മൾ ആനേനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുതുമല ടൈഗർ റിസർവ് എന്ന് നമ്മൾ മസനഗുഡിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെയും വൈൽഡ് ആനിമൽസിനൊക്കെ കാണാമെന്നൊക്കെയാണ് പറഞ്ഞേക്കണം. സത്യം പറഞ്ഞാൽ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ളൊരു യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. റീൽസിൽ ആ ചേട്ടൻ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. കിട്ടില്ല ആംബിയൻസ് ആണ്. ഒരു തവണ നമ്മൾ ഈ വഴിക്ക് വന്ന് നോക്കണം. കാരണം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈ കാടിൻ്റെ നടുക്കേ കൂടെ ശാന്തമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുക, അതൊരു വല്ലാത്ത ഫീലാണ്. ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ ഒരു വഴി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഞാൻ ആദ്യം വിചാരിച്ചത് കാട്ടുപശു എന്നാണ്, അല്ല നാട്ടുപശുവാണ്. അപ്പോൾ ആ പശുവിൻ്റെ കഴുത്തിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ തിരക്ക് വളരെ കുറവാണ്. ഹോളിഡേയ്സൊക്കെ ആണെങ്കിൽ എന്തായാലും നല്ല രീതിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പോയ സമയത്ത് എന്തോ നമുക്ക് ആസ്വദിച്ച് അങ്ങോട്ട് പോരാൻ പറ്റി. തിരക്കോ അങ്ങനെയൊന്നുമില്ല. അപ്പം പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ എന്താ പറയുക വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് വേണം ഓടിക്കാനായിട്ട്. എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. അപ്പം ഇവിടെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കാട്ടുപോത്തിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് കണ്ട് വേണം വണ്ടി നമ്മൾ ഓടിക്കാനായിട്ട്. കാട്ടുപോത്തും മാനും എപ്പോൾ വേണമെങ്കിലും ഏത് മൃഗം വേണമെങ്കിലും ക്രോസ് ചെയ്യാം. അപ്പോൾ അതൊന്നും മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മസനഗുഡി വഴി ഊട്ടിയിലോട്ടുള്ള റൂട്ട്. നല്ല അട്ടാറ് റൂട്ടല്ലേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ചെറിയൊരു ആഗ്രഹമാണെങ്കിലും അത് നടന്നു കിട്ടിയല്ലോ, സന്തോഷം. അപ്പം നല്ല രീതിക്കുള്ള കോടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 2:30 ടൈമാണ്. അപ്പോൾ ഇതേ നല്ല രീതിക്ക് കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയില്ല പോകുന്ന വഴിക്ക് ഇനി കോട കിട്ടുമോ എന്നൊന്നും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ നമ്മൾ കുറേ മൃഗങ്ങളെ കണ്ടു കേട്ടോ. അതായത് മാനുകളെ കണ്ടു. പിന്നെ ഞാനത് എടുത്തില്ല, നമ്മൾ ഓൾറെഡി മാനിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ ആ വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ മാനുകളുണ്ട് കേട്ടോ, അതെന്തായാലും നമുക്ക് മനസ്സിലായി. ഇത് ശരിക്കും ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് പച്ചപ്പായിട്ട് നിൽക്കുന്നത്. കുറച്ച് വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഇത്തിരി എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ആയിട്ടാണ് നിൽക്കുക. ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പച്ചപ്പിൽ നിൽക്കുന്നത്. അപ്പം വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്, അടിപൊളിയാണ്. യാത്രേനെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ വഴിക്ക് പോയേ പറ്റൂ. അപ്പം സാധാരണ നമ്മളൊരു 3 ട്രിപ്പ് വന്നപ്പോൾ നമ്മളെ ഊട്ടിയിൽ നിന്ന് ഈ ഒരു സ്ഥലത്തോട്ട് കടത്തി വിട്ടില്ല. കാരണം അത് വേറെ ഒരു കാരണമുണ്ട്, അത് ഞാൻ എത്തുമ്പോൾ പറയാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ വഴിക്ക് നമ്മളെ കടത്തി വിടാത്തത്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് ഒരു 63-65 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് നമ്മൾ മുതുമല ടൈഗർ റിസർവിലോട്ട് എത്തി. അവിടെ നിന്ന് നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഇപ്പോഴും എന്താ പറയുക ഫോറസ്റ്റ് തന്നെയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വൈൽഡ് ആനിമൽ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ഇത് ഇങ്ങോരുടെ ഏരിയ ആണ്, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പക്ഷേ ഈ സംഭവം ഭയങ്കര ഡേഞ്ചറാണ്. അതായത് നമ്മുടെ അതെ കണ്ട ക്രോസ് ചെയ്ത് പോയി, ബും എന്ന് പറഞ്ഞിട്ട് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അതെ അടുത്തത് ആൾ നിൽക്കണു, ഒറ്റയ്ക്കാണ് കേട്ടോ നിൽക്കണത് ഫുള്ള്. നമ്മൾ കണ്ട ആനകളെല്ലാം ഒറ്റയ്ക്കാണ്. ഇത് വേറൊരു ഐറ്റം, ഇത് നമ്മുടെ കാട്ടുപന്നിയാണ് കേട്ടോ. കാട്ടുപന്നിയൊന്നും ഒരു രക്ഷയില്ല, ഭയങ്കര ഡേഞ്ചറാണ്. സൂക്ഷിച്ച് കണ്ടൊക്കെ നിന്നില്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ വണ്ടി കുത്തിയിട്ട് ഇടും പോവും. അങ്ങനത്തെ മുതല. ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല, നോക്കണം കണ്ടപ്പോൾ പേടി. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോയി. ഇതാണ് ഞാൻ പറഞ്ഞ റൂട്ട് ഇട്ടാ.
അതായത് നമ്മുടെ ഊട്ടിയിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പം നമ്മുടെ ഇങ്ങനെ ഒരു ആർച്ച് പോലെ വെച്ചിട്ടുണ്ടാവും മുതുമല ടൈഗർ റിസർവ് എന്ന്. അവിടേക്ക് നമ്മളെ കടത്തി വിടില്ല. അത് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന റൂട്ടാണെങ്കിലും ആ വഴി നമ്മൾ ആരും കടത്തി വിടില്ല. കാരണം ഹെവി ഡേഞ്ചർ ആയിട്ടുള്ള ഹെയർ പിന്നാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. 36 എണ്ണം ഉണ്ട്. അപ്പോൾ ആ വഴി വൺ വേ ആണ്. ഇവിടെ നിന്ന് മറ്റേ മുതുമല മസനഗുഡി വഴി പോകുന്നവർക്ക് ഊട്ടിയിലോട്ട് എത്താനുള്ള റൂട്ടാണ്. അല്ലാതെ ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടത്തി വിടില്ല. അപ്പം ഭയങ്കര ഹെവി ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം 2-3 തവണ വന്നപ്പോൾ നമ്മളിത് ഇതേപോലെ ചോദിച്ചപ്പോൾ അവർ നമ്മളെ കടത്തി വിട്ടില്ല. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. ഇന്നാണ് നമ്മൾ ഇറങ്ങിയത് ചോദിച്ചത് ഇത് എന്ത് സംഭവം അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ ആക്സിഡൻറ്റ് സോൺ ആയതുകൊണ്ട് അത്ര എക്സ്പീരിയൻസ്ഡ് ആയവർ വരെ ആക്സിഡൻ്റ് ആവുന്നു. അപ്പം കണ്ട ഓടിയൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയാണ്. അതിന് കുഴപ്പമില്ല, കാരണം അതിൻ്റെ എഞ്ചിനൊക്കെ ഈ വലിവ് താങ്ങിക്കോളും. അപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി എന്താ പറയുക ലോഡായിട്ട് പോകുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ കുറച്ച് കയറാൻ താമസമുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഓടിക്കാനായിട്ട്. മുട്ടിച്ച് ഓടിക്കരുത്. പോരാത്തതിന് ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കർവാണ് കേട്ടോ. 36 എണ്ണം ഉണ്ട്. പോരാത്തതിന് നമുക്ക് നല്ല മഴയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി പേടിച്ചിട്ടാണ് പോകുന്നത്, കാരണം കുത്താനായുള്ള കയറ്റമാണ്. അപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണാവോ ഇതൊക്കെ ഇങ്ങനെ, അതായത് ലോക്കലുള്ളവരെ ഈ അവിടെ നിന്ന് 1 വേ അല്ല, അവർക്ക് 2 വേ ആയിട്ട് പോവാം. അല്ലാത്തവരെ മാത്രമാണ് 1 വേ ആയിട്ട് കയറ്റി വിടുന്നത് കേട്ടോ. അപ്പം ഇവർക്ക് എന്താ പറയുക മെഡിക്കൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്തോ. നമുക്കൊക്കെ സ്വർഗത്തിലാണ് പൊന്നോ. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട്, അതായത് ഒരു 2 ദിവസമായിട്ട് കറണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. മരം വീണിട്ട് നല്ല കാറ്റൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് നമ്മളെ ഇങ്ങോട്ടേക്ക് കടത്തി വിടില്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകണം. അതായത് ഇപ്പോൾ ഈ കണ്ട ആർച്ചിൻ്റെ റൈറ്റിലോട്ട് പോകണം. അതാണ് നമ്മൾ വന്ന വഴി. ഇപ്പോൾ ഈ ബസ് വന്ന വഴിയാണ് നമ്മൾ വന്ന വഴി. ആ വന്ന വഴി നമ്മൾ നേരെ പോയി റൈറ്റിലാണ് ഈ ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ കടത്തി വിടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതേ നമ്മുടെ ഊട്ടി നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്ത് പോവാണ്. സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ നമ്മളിവിടെ നിൽക്കും. ബൊട്ടാണിക്കൽ ഗാർഡനും അതുപോലെ റോസ് ഗാർഡനൊക്കെ കണ്ട് പലതവണ കണ്ടതാണ്. എന്നാൽ ഇരുന്ന് കാണാൻ തന്നെ ഒരു സുഖം. അപ്പോൾ അതേ നമ്മൾ ഊട്ടിയുടെ രാത്രി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാണ്. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. രാത്രി വണ്ടി ഓടിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഒന്ന് ലൈറ്റ് ഡിം ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ കയറി വരുന്നവർ മുഴുവൻ എന്താ പറയുക ലൈറ്റ് ഡിം അടിക്കാണ്ട് ഓടിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ ഓടിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയാം, ഈ ലൈറ്റ് ഡിം ഇടാണ്ട് ബ്രൈറ്റ് ഇട്ട് പോകുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളാണെങ്കിലും അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ ഗൈസ്. ഒന്ന് ഡിം അടിച്ച് കൊടുക്കുക എതിരെ വരുന്ന വാഹനങ്ങൾക്ക്. കാരണം അത്രയും എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഓടിക്കണവരൊക്കെ ആയ കാരണം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്ത വീഡിയോ ആണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ്. അപ്പം എത്തുമ്പോൾ എന്തായാലും ഒരു പുലർച്ചയ്ക്ക് ആവും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എന്തായാലും എൻജോയ് ചെയ്തു. ഞാൻ എൻ്റെ ചെറിയൊരു ആഗ്രഹമാണെങ്കിൽ അതൊന്നും നടന്ന് കിട്ടിയല്ലോ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ.